കേരളത്തിലെ ഒരുപാട് യുവാക്കളുടെ പ്രധാന പരാതി ഇപ്പോൾ വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നാണ്. വിവാഹപ്രായമായി 35ഉം 40ഉം വരെ വയസ്സുള്ള യുവാക്കൾ വിവാഹം കഴിക്കാതെ കഴിയുന്നുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നാണ്. എന്തോ കേരളത്തിലെ പുരുഷന്മാരുടെ ജനസംഖ്യ വളരെ കൂടുതലും സ്ത്രീകളുടെ ജനസംഖ്യ വളരെ കുറവും എന്ന നിലക്കൊന്നുമല്ല, ഏകദേശം എല്ലാം സമം തന്നെയാണ്. എന്നിട്ടും 30ഉം 35ഉം 40ഉം വരെ വയസ്സുള്ള യുവാക്കൾ വിവാഹം കഴിക്കാൻ പെണ്ണ് കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ എന്താണതിൻ്റെ കാരണം എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ അല്ലെങ്കിൽ നിലവിലുള്ള ആധുനിക യുവാക്കളെക്കാൾ കൂടുതൽ ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളത് സ്ത്രീകൾക്കാണ്. കാരണം അവർക്ക് വിദ്യാഭ്യാസം നേടണം, ജോലി വേണം, നല്ല സ്വാതന്ത്ര്യം വേണം. ഇനി വിവാഹം കഴിക്കുകയാണെങ്കിൽ നല്ല സ്നേഹവും പരിഗണനയും ലഭിക്കുന്ന, ഫ്രീഡം ലഭിക്കുന്ന ഒരു കുടുംബജീവിതമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അക്കാര്യങ്ങൾക്ക് തടസ്സമാകുമെന്ന നിലക്കാണ് പലരും വിവാഹത്തോട് നോ പറയുന്നത്. എല്ലാവർക്കും ഗവൺമെൻറ് ജോലി എന്നുള്ള ഒരു സങ്കല്പം സ്ത്രീകൾക്കുള്ളത് അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഉണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നില്ല. ഇനി സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് തീർത്തും വിഡ്ഢിത്തം തന്നെയാണ്. കാരണം 5% കേരളത്തിലെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കണക്ക്. എന്നിരിക്കെ എല്ലാവർക്കും ജോലി വേണമെന്ന് ഷടിക്കുന്നത് എങ്ങനെയാണ്? പക്ഷേ എനിക്ക് യുവാക്കളോട് നിർദ്ദേശിക്കാനുള്ള 1-2 കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിവാഹം നിർബന്ധമാണ് എങ്കിൽ നിങ്ങൾ ലക്ഷ്യബോധം വേണം. അതായത് ഏത് തരം പുരുഷന്മാരെയാണ് ആധുനിക യുവതികൾ ആവശ്യപ്പെടുന്നത്, അത്തരം ഒരു പുരുഷനാകാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത് ഏകദേശം ഒരു ഹയർ സെക്കൻഡറി കാലത്ത് തന്നെ പഠനത്തിൽ തീരെ താല്പര്യമില്ലാതെ ചുമ്മാ ബൈക്കിൽ കയറി അങ്ങുമിങ്ങും കറങ്ങി ഒരു റൗഡി ജീവിതം ജീവിച്ച് പിന്നെ ഇവിടേക്ക് ജോലിക്ക് വന്ന അതിഥി തൊഴിലാളികളായ ബംഗാളികളുടെ നിലവാരം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അവരെപ്പോലെ പോലും ഏൺ ചെയ്യാൻ കഴിയാതെ, സമ്പാദിക്കാൻ കഴിയാത്ത ഒരു നിസ്സാരമായ ജോലിയും പേറിക്കൊണ്ട് ഒരു ജീൻസും നല്ല ഷർട്ടും ഒരു ടൈയും കെട്ടി നടന്നാൽ പെണ്ണ് കെട്ടുമെന്ന് അല്ലെങ്കിൽ വധുവിനെ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് നല്ല സംസ്കാരം, നല്ല വിദ്യാഭ്യാസം, നല്ലൊരു മാന്യമായ ജോലി, സമൂഹത്തിൽ നല്ലൊരു സൽപ്പേര്, കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവൻ, വൈകുന്നേരമായാൽ അല്ലെങ്കിൽ സന്ധ്യാനേരമായാൽ കഞ്ചാവോ മറ്റു ലഹരി വസ്തുക്കളോ അടിച്ച് മയങ്ങി നടക്കുന്ന വിഭാഗത്തിൽ പെടാത്തവനായാൽ, നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളും കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ വന്ന് എൻജോയ് ചെയ്യുമെന്ന തോന്നൽ പൊതുജനങ്ങൾക്കുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയെ, നല്ലൊരു വധുവിനെ ലഭിക്കും. കാരണം അത്തരം യുവാക്കളെയാണ് നിലവിലുള്ള സ്ത്രീകൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നുകൂടെ പറയാനുള്ളത്, ഇന്നത്തെ യുവതികൾ ആവശ്യപ്പെടുന്ന പോലെയുള്ളൊരു യുവാവ് നിങ്ങളായിത്തീരുക എന്നതാണ്. അങ്ങനെയായാൽ എനിക്ക് വിവാഹം വേണ്ട, വിവാഹത്തോട് നോ പറഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകളെല്ലാം വിവാഹം കഴിക്കാൻ തയ്യാറാകും. അത്തരമൊരു കാറ്റഗറിയിൽപ്പെട്ട യുവാക്കളുടെ അഭാവമാണ് ഇന്നത്തെ വനിതകളുടെ വിവാഹത്തോടുള്ള നോ പറച്ചിലിൻ്റെ കാരണം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, വൈകുന്നേരമായാൽ ഒരു മനുഷ്യനായി വീട്ടിലേക്ക് വരിക, കുടുംബത്തെയും ജീവിത പങ്കാളിയെയും നന്നായി പരിഗണിക്കുക. സ്നേഹത്തിൻ്റെയും ലാളനയുടെയും പരിഗണനയുടെയും ഉദ്യാനമാണ് നിങ്ങളാകേണ്ടത്. നിങ്ങൾ അത്തരമൊരു പുരുഷനായാൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിത പങ്കാളി ജീവിതകാലത്ത് ഒരിക്കലും തന്നെ ഒളിച്ചോടുകയുമില്ല. അല്ലാതെ നിങ്ങൾ ആർക്കും വേണ്ടാത്തൊരു കേവല ഭർത്താവായി ജീവിച്ചാൽ അത്തരം ഭർത്താക്കന്മാരെ ഇന്നത്തെ യുവതികൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങളുടെ കേവലം ഒരു അടിമയായി ജീവിക്കാൻ ഇന്നത്തെ യുവതികൾ തയ്യാറല്ല. അതുകൊണ്ട് ഭാവിയിൽ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ഓരോ പുരുഷന്മാരും അവരുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ ഇനിയെങ്കിലും ഒന്ന് പ്രതിജ്ഞ ചെയ്യുക, എൻ്റെ ജീവിതം നാട്ടിലും നാട്ടുകാർക്കും കുടുംബത്തിനും ജീവിത പങ്കാൾക്കും ഉപകാരപ്പെടുന്ന വിധത്തിൽ ആയിരിക്കണം. അതിനുവേണ്ടി ഞാൻ ഇന്നേ പ്രവൃത്തി തുടങ്ങണം. ഞാൻ വെറും ഒരു ഈവനിങ് സെറ്റിൽ പെടേണ്ട ആളല്ല. ആധുനിക യുവതികളുടെ സ്വപ്ന പുരുഷനാണ് ഞാൻ ആയിത്തീരേണ്ടത് എന്നൊരു ബോധത്തോടു കൂടിയാണ് ഇനിയുള്ള പുതിയ തലമുറ നമ്മുടെ വിദ്യാർത്ഥികൾ
മുന്നോട്ട് സഞ്ചരിക്കേണ്ടത്.